ലൂക്ക് 5:32. ലൂക്കോസിൻ്റെ സുവിശേഷം 5:32. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. I have not come to call the righteous, but sinners to repentance. പാപികൾ, ഇത് മത്തായിയെ വിളിച്ചു ചുങ്കക്കാരനായ മത്തായിയെ വിളിച്ചു മാറ്റുന്നതാണ് പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കുന്നത്. യേശുക്രിസ്തു പറയുകയാണ്, പാപബോധവും അനുതാപ ഹൃദയം, മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ദൈവം ഇട്ടു തരണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. നമ്മൾ വചനം അയക്കുമ്പോൾ ചിലരുടെ ഹൃദയത്തിൽ ഇത് വാളുപോലെ ചെന്ന് കൊണ്ടിട്ട് വേണ്ടാത്തതിനെ എടുത്തു കളയാൻ വേണ്ടി ദൈവം വിളിച്ചു പറയും. അതുകൊണ്ടാണ് ഈ റോഡ് സൈഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ചില വാക്യങ്ങൾ നമ്മൾ ചുമ്മാതെ വായിക്കായിരിക്കും. ഒരു മനുഷ്യൻ്റെ ആത്മാവ് ലോകത്തിലുള്ള സകലത്തെക്കാട്ടിലും വില കൂടിയത്. അത് നമ്മുടെ തലയിൽ നിൽക്കുന്നത്. പലയിടത്തും പാറയുടെ മുകളിൽ, അതുപോലെ ഭിത്തിയിലൊക്കെ ഈ റോഡ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില ഇത്ര വലുതാണ് എന്ന് ആരോ എഴുതി വെച്ചതുകൊണ്ടല്ലേ കണ്ടത്. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന് പാപബോധം തരണമെന്ന് ആഗ്രഹമുണ്ട്. പാപം എന്ന് പറയുന്നത് സത്യദൈവത്തിൽ നിന്ന് മാറി ജീവിക്കുകയാണ്, നമ്മുടെ സ്വയ കഴിവിൽ. അത് എന്തെല്ലാം നമ്മൾ കാണിച്ചാലും, എന്ത് നന്മ പ്രവൃത്തി ചെയ്താലും അവയെല്ലാം വെറും ജീർണവസ്ത്രം പോലെയാണെന്ന് യെശയ്യാവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ദൈവമേ ഒരു മാനസാന്തരത്തിൻ്റെ ഹൃദയം തന്ന് ഈ ദിവസങ്ങളിൽ, നോൻപിൻ്റെ ദിവസങ്ങളിൽ യേശുവിലേക്ക് തിരിച്ചു വരാൻ നമ്മുടെ തലമുറകളെയും നമ്മളെയും കർത്താവ് മാടി വിളിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശു നമ്മുടെ അടുക്കൽ വന്ന് കൈ നീട്ടി നമ്മളെ വീണ്ടെടുക്കും. ആമേൻ.